ഇത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ട ഒരു ഹെന്ന ഉണ്ടാക്കി നോക്കിയതാണ് കേട്ടോ. നല്ല കിടിലൻ കളറായിരുന്നേ. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് ഉണ്ടാക്കുന്നത് നോക്കാമല്ലോ. നല്ല ഒരു ടെക്സ്ചറിലാണ് എനിക്ക് കിട്ടിയത് കേട്ടോ. ഇതിനായിട്ട് ഒരു ഇരുമ്പിൻ്റെ ചട്ടി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ പലതവണ കാണിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 സ്പൂണോളം, ഇത് ഞാൻ ടേബിൾ സ്പൂണിൻ്റെ കണക്കുള്ള സ്പൂണാണ്, 1 സ്പൂണോളം ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും പിന്നെ ഏതാണ്ട് ഒരു 1/4 ഗ്ലാസ്സിനെക്കാട്ടിലും കൂടുതലുണ്ട് കേട്ടോ തൈര് എടുത്തിട്ടുണ്ട്. അപ്പോൾ തൈര് ഞാൻ നോക്കിയിട്ടാണ് എടുക്കുന്നത് കേട്ടോ അതിൻ്റെ അളവ്. ഇനി ഞാനൊരു 4-5ഓളം തുള്ളി വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ശരിക്കും ഇത്ര മാത്രമേ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞാൻ എൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ മെഹന്തി പൗഡറും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കാണിക്കാറുണ്ട് നൂപ്പുറിൻ്റെ ഹെന്ന മിക്സ്. ഹെന്ന മിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിലിടുന്ന മൈലാഞ്ചിപ്പൊടി മാത്രമാണ് ഇതിലുള്ളൂ കേട്ടോ. അത് ഞാൻ ഇടുന്നുണ്ട്. അത് നമ്മുടെ മുടിയുടെ തിക്നെസ്സിനും ലെങ്ത്തിനൊക്കെ അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇതിൽ ഞാനിപ്പോൾ കൂടുതൽ അളവില്ലാതെ ചേർത്ത് കൊടുക്കുന്നത് തൈരാണ്. തൈര് നമ്മൾ എക്സ്ട്രാ ഇതിൽ വെള്ളം ഒന്നും ചേർക്കാതെ തൈരിലാണ് ഇത് കലക്കി വയ്ക്കുന്നത്. കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല കേട്ടോ, എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാം. മാത്രമല്ല ഇനിയിപ്പോൾ ഓണം അങ്ങനെയുള്ള കുറേ വിശേഷാവസരങ്ങൾ, അതുപോലെ തന്നെ ഫോട്ടോ എടുക്കുന്നതൊക്കെ എല്ലാവർക്കും ഈ ഒരു സമയം, അങ്ങനത്തെ ഒരു സമയമില്ല, ആഘോഷ സമയങ്ങൾ. അപ്പോൾ നമ്മളെ മുടിയൊക്കെ ഇങ്ങനെ നരച്ചിരിക്കുന്നതൊക്കെ ഒരു വല്ലാത്തൊരിതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഈ ഒരു രീതിയിൽ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടിരിക്കും. എനിക്ക് കിട്ടിയ റിസൾട്ടാണ് ഞാനിതിൽ കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ തൈര് ഒഴിച്ച് നോക്കിയിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു രീതിയിൽ ചെയ്ത് വെച്ചാൽ മതി. ഇത് സാധാരണ ചെയ്യുന്ന പോലെ 2 മണിക്കൂർ വെച്ചാൽ മതി എന്നാണ് പറഞ്ഞതെങ്കിലും ഞാൻ പക്ഷേ 2 മണിക്കൂറല്ല വെച്ചത്. ഞാൻ ഇത് രാത്രി ഉണ്ടാക്കിയിട്ട് ഇതുപോലെ തന്നെ വെച്ച് ഇതിന് കളറ് കിട്ടുമെന്നൊക്കെ അറിയണമല്ലോ. ഇതിൽ ഞാൻ നെല്ലിക്കാപ്പൊടിയോ ചെറുനാരങ്ങ നീരോ ഒന്നും ചേർത്ത് കൊടുക്കാത്തതുകൊണ്ട് തന്നെ ഇരുമ്പ് ചട്ടിയിൽ ഇതുപോലെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ കറുത്ത കളർ കിട്ടുമെന്നൊക്കെയുള്ള സംശയം എനിക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അധികം ഒന്നും ഇങ്ങനെ ഉടച്ചെടുത്തിട്ടൊന്നുമില്ല. മെഹന്തിയൊക്കെ കണ്ടില്ല, ഇങ്ങനെ കട്ടയായിട്ടൊക്കെ ചെറുതായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മെൽറ്റ് ആയിക്കോളും. നമ്മളിപ്പോൾ തന്നെ ചെറിയൊരു കളർ വ്യത്യാസം പോലെയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ അടച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. രാത്രി മുഴുവനും ഇതുപോലെ റെസ്റ്റ് ചെയ്യാൻ വെച്ച് അതിന് ശേഷം നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ സാധാരണ ചേർക്കുന്ന ഐറ്റംസുകളൊന്നും തന്നെ ഇതിൽ ചേർത്തിട്ടില്ല, ഈ ഒരു മൈലാഞ്ചിപ്പൊടി അല്ലാതെ. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ അടച്ച് വെക്കുകയാണ്, സൈഡിൽ വെച്ചിട്ടുണ്ട്. പിറ്റേ ദിവസം ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഉണ്ടാവും എന്ന് നോക്കാമല്ലോ. അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് ഒരു വീഡിയോ നോക്കിയിട്ട് ഞാനിങ്ങനെ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ കളറൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ നെല്ലിക്കാപ്പൊടിയോ ചെറുനാരങ്ങ നീരോ ഒന്നും ചേർക്കാതെ തന്നെ ഈ ഒരു 2-3 ഇൻഗ്രീഡിയൻസിൽ തന്നെ നല്ല കറുത്ത കളറായിട്ട് വന്നിട്ടുണ്ട്. സൈഡിലൊക്കെ കണ്ടില്ലേ. ഇത് നമ്മൾ അധികം ഇളക്കി കൊടുക്കാത്തതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു കളറിൽ ഇരിക്കുന്നത്, അല്ലെങ്കിൽ നല്ല കളറായിരിക്കും. ഇനി ഇതൊരു അരമണിക്കൂറും കൂടെ ഇതുപോലെ മിക്സ് ചെയ്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നല്ല കറുപ്പായിരിക്കും. പിന്നെ ഇത് നല്ല വർക്കിംഗ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളിത് കൈ കൊണ്ട് മിക്സ് ചെയ്യില്ലേ, കൈ കൊണ്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ നഖത്തിലും കയ്യിലൊക്കെ ആ കളറ് പിടിക്കും. ആ കറയാണ് നമ്മളെ തലയിൽ, നമ്മളെ മുടിയിൽ ഇങ്ങനെ പിടിച്ചിരിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് തേച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ റിസൾട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇത് കുറച്ചൊന്ന് കറുത്ത കളറായിട്ടില്ലേ. ഇനി ഇതിനെ ഒരു 10-15 മിനിറ്റ് ഇതുപോലെ ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കറുത്ത കളറാണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ നെല്ലിക്കാപ്പൊടി ഇല്ലാതെ തന്നെ അല്ലെങ്കിൽ ചെറുനാരങ്ങ നീര് ഒഴിക്കാതെ തന്നെ ഇതുപോലെ കറുത്ത മെഹന്തി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ, അതും ഹെന്ന പൗഡർ. അപ്പോൾ ഞാൻ അരമണിക്കൂറും കൂടെ ഇതുപോലെ മിക്സ് ചെയ്ത് വെച്ച് കാണിച്ചു തരാം. അപ്പോൾ അതാ ഞാനൊരു അരമണിക്കൂർ ഇതുപോലെ തന്നെ വെച്ചിരുന്നു കേട്ടോ. നല്ല കറുത്തിട്ടാണ് ഇരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിങ്ങനെ ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നല്ല കറുത്ത ഹെന്ന നമുക്ക് കിട്ടും, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഒരു കാര്യം പ്രൂവ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾക്ക് ചെറുനാരങ്ങ നീരോ നെല്ലിക്കാപ്പൊടിയോ ചേർക്കാതെ കറുത്ത ഈ ഹെന്ന പൗഡർ ഉണ്ടാക്കിയെടുക്കാം. ഞാനിത് കൈകൊണ്ട് തന്നെയാണ് ഇത് തലയിൽ തേക്കുന്നത്. ഞാൻ എപ്പോൾ ഒക്കെ ഹെന്ന ഇടുന്നുണ്ടെങ്കിലും വെറൈറ്റി ഹെന്നകളൊക്കെ ഇതുപോലെ പരീക്ഷിച്ച് നോക്കുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. ഒരുപാട് വീഡിയോസ് ഞാനിതിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊന്ന് പോയി നോക്കണം കേട്ടോ. എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ അതൊക്കെ. അപ്പോൾ അതാ ഇതുപോലെയാണ് നമ്മുടെ ഹെന്ന ഇരിക്കുന്നത്. ഇനി ഞാൻ മുടിയിൽ അന്ന് ഇട്ടതിന് ശേഷം പിന്നെ ഇന്നാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ മുടി തലേ ദിവസം തന്നെ ഞാൻ ഷാമ്പു ഇട്ടിരുന്നു, മൈൽഡ് ഷാമ്പു ഇട്ടിരുന്നു. അത് ഷാമ്പു ഇടാൻ വേണ്ടാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കടലപ്പൊടി ഇട്ടാൽ മതി. അപ്പോൾ ഞാൻ കൈ കഴുകിയിട്ടൊന്നുമില്ല. അപ്പോൾ മുടിയൊക്കെ ഉണ്ടല്ലേ സൈഡിൽ ഏറ്റവും ഫ്രണ്ടിലാണ് എനിക്ക് നിര. മാക്സിമം ഞാൻ കാണിച്ചു തരാം, പല വീഡിയോസിലും ഞാനിങ്ങനെ സൂം ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് നിരയില്ലെങ്കിലും നമ്മൾ ഇങ്ങനെ പെട്ടെന്ന് എടുത്ത് കാണിക്കുന്നിടത്താണ് ആ നിര വന്നിട്ടുള്ളത് എനിക്ക്.
അതെനിക്ക് ഇങ്ങനെ നമ്മൾ എത്രയൊക്കെ ഡ്രസ്സൊക്കെ മാറ്റി എന്ത് മേക്കപ്പ് ചെയ്താലും ഈ വെളുത്ത മുടി കാണുമ്പോൾ നമുക്കൊരു കോൺഫിഡൻ്റ് ഇല്ലായ്മയാണ്. അത് പലർക്കും ഇല്ലേ. അപ്പോൾ പ്രത്യേകിച്ച് എൻ്റെ മുടിയൊക്കെ നരച്ചിരിക്കുന്നത് ഈ മുടി ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്താണ് കേട്ടോ. പിന്നെ ഈ സൈഡിൽ ഞാൻ ശരിക്കും കാണിച്ചിരുതാ ഒരു സെക്ഷനായിട്ട് തന്നെ ഫുള്ളായിട്ട് നരച്ചിട്ടുണ്ട് ഈ ഒരു ഭാഗം. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇതുപോലെ ഈ 10 ദിവസം കൂടുമ്പോഴൊക്കെ ഹെന്ന ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് അറിയാത്തത് കേട്ടോ. അപ്പോൾ അതാ നമ്മളിത് ഹെന്ന കറുത്ത ഹെന്ന എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തലയിൽ തന്നെ തേച്ച് പിടിപ്പിക്കാം. ജലദോഷമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് പനിക്കൂർക്കയുടെ ഇല വെച്ചിട്ട് നമുക്ക് അതും കൂടെ നീരിതിലേക്ക് പിഴിഞ്ഞൊഴിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ കൈ കൊണ്ട് തന്നെയാണ് ഹെന്ന മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുന്നത്. ഞാനിത് ഇട്ട് നോക്കിയപ്പോൾ എൻ്റെ കയ്യിലും നഖത്തിലൊക്കെ ഭയങ്കര കളറ് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴുകി കളയാനൊക്കെ ഒരുപാട് പാടുപെട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ തൈരും അതുപോലെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് കേട്ടോ. നമ്മൾ സാധാരണ ഈ തരിയുള്ള കോഫി പൗഡറല്ല, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഞാൻ എടുത്തിട്ടില്ല. ബ്രൂ എടുക്കുകയാണെങ്കിൽ അങ്ങനെ, നെസ്കേഫി എടുക്കുകയാണെങ്കിൽ അങ്ങനെ. അപ്പോൾ ഇത് വർക്കിംഗ് ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു പരിധി വരെ. അപ്പോൾ ഈ ഒരു രീതിയിൽ നല്ലോണം കയ്യിൽ കളർ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മുഴുവനും തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് ഈ നെറ്റിയിൽ കൂടുതലായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇവിടെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വെളുത്ത മുടിയുള്ളത്. അപ്പോൾ നല്ല കറുത്ത മുടി വേണമെന്നുള്ളവർ ഇത് ഒരു ആഴ്ചയിൽ ഒരു തവണ അല്ലാന്നുണ്ടെങ്കിൽ ഒരു 10 ദിവസത്തിലെങ്കിലും ഇങ്ങനെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെളുത്ത മുടി ഒട്ടും തന്നെ കാണില്ല കേട്ടോ. അതെനിക്ക് ഉറപ്പാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് മുടിയിൽ തേച്ച് പിടിപ്പിച്ചപ്പോൾ തന്നെ നല്ല കളറായിട്ടിരിക്കുന്നുണ്ട്. ശരിക്കും നമ്മൾ ഇൻസ്റ്റൻറ്റ് ഡൈ അടിച്ച പോലെയാണ് ഇരിക്കുന്നത്. 1 മണിക്കൂർ ഞാനിത് തലയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അവിടെ ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഭയങ്കര വെയിലായിട്ട് അവിടെ. ഇനി ഇത് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. പക്ഷേ ഇത് തേച്ച് കൈ കഴിയപ്പോൾ കണ്ടില്ലേ, ഇതിലത്ര അറിയുന്നില്ല, നഖത്തിലും കയ്യിലെല്ലാം നല്ലോണം കറ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കറ പിടിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇത് കുറച്ചും കൂടെ നല്ലതാണെന്ന്. ഇനി മുടി കഴുകിയതിന് ശേഷം വൈകുന്നേരമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഒന്ന് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്തതാണ്. എനിക്കിത് നല്ല വർക്കിംഗ് ആയിട്ട് തന്നെയാണ് തോന്നിയത് കേട്ടോ. ഇത് എൻ്റെ ആ കറുത്ത മുടികളൊക്കെ ഉണ്ടല്ലോ, ഇത് കറുത്ത മുടിയല്ല നമുക്ക് വന്നിട്ടുള്ളത്. നമ്മുടെ വൈറ്റ് മുടിയില്ലേ, നല്ല വെള്ള മുടി, അതൊക്കെ ഇങ്ങനെ ഡാർക്ക് ബ്രൗൺ ഷെയ്ഡിലാണ് വരിക. ഇത് ചിലവരുടെ മുടിയിലും അതുപോലെ മെഹന്തിക്ക് അനുസരിച്ചൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കും കേട്ടോ. പലരും പറയാറുണ്ട് എനിക്ക് ശരിയായില്ല എന്നൊക്കെ. എനിക്ക് ഭയങ്കര അലർജിയുള്ള ഒരാളാണ്. വേറെ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെയുള്ള നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളല്ലാതെ വേറെ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും നമ്മളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ഈ നാച്ചുറലായിട്ടുള്ള ഹെയർ ഡൈ നമ്മളിതുപോലെ ചെയ്ത് നോക്കിയാൽ മതി. ഇതൊരു 10 ദിവസം കൂടുമ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ബ്രൗൺ കളറായിട്ട് നല്ല ഡാർക്ക് ബ്രൗൺ കളറായി നിൽക്കുന്നത് നല്ല കറുപ്പ് കളറായിട്ട് വരും. എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ മുടി ഒന്ന് ഡ്രൈ ആയെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതുപോലെ വിറ്റാമിൻ ഇ ടാബ്ലറ്റ് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ 1-2 തുള്ളി വെളിച്ചെണ്ണ, അത് ജസ്റ്റ് ഒന്നിങ്ങനെ ചെയ്താൽ മതി. നല്ല ഡ്രൈ ആയിരിക്കുന്നുണ്ടെങ്കിൽ മാത്രം. അപ്പോൾ സാധാരണ ഡ്രൈ ആവാറുണ്ട് ഹെന്ന തേച്ച് കഴിഞ്ഞാൽ. ഈ ഒരു രീതിയിൽ ചെയ്താൽ മതി. അപ്പോൾ എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കറുത്ത മുടിയല്ല, നല്ല ഡാർക്ക് ബ്രൗൺ കളറിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 10 ദിവസത്തിലൊരിക്കൽ ചെയ്താൽ ഓണാകുമ്പോഴത്തേനും നമ്മളെ മുടിയൊക്കെ നല്ല കറുത്തിരിക്കും. ഏറ്റവും സിമ്പിളായിട്ടുള്ള മാർഗ്ഗമാണിത്. ഏതൊരു നാച്ചുറൽ ഹെന്ന ഇട്ടാലും നല്ല കറുത്ത മുടി കിട്ടും എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. നല്ല ഡാർക്ക് ബ്രൗൺ കളറാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കി ഉപയോഗിക്കണേ.